ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി പാലപ്പം അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരി ഒരു ഇഡ്ഡലി റൈസ് നന്നായിട്ട് വാഷ് ചെയ്ത് 5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇളനീരിൻ്റെ കാമ്പാണ്, അതായത് ടെൻഡർ കോക്കനട്ട് ഫ്ലഷ്, പിന്നെ അതിൻ്റെ വാട്ടർ കോക്കനട്ട് വാട്ടറുമാണ്. പിന്നെ 1 കപ്പ് റൈസും, അതായത് കുക്ക്ഡ് റൈസും ഉണ്ട്. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിൽ എല്ലാം കൂടി ഇട്ടതിന് ശേഷം 2 ബാച്ചസ് ആക്കിയിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കോക്കനട്ട് വാട്ടർ മാത്രമാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിന് പിന്നത്തെ രണ്ടാമത്തെ ബാച്ചിൽ ഞാൻ കോക്കനട്ട് വാട്ടർ മാത്രം ഇട്ടിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് വാട്ടർ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കംപ്ലീറ്റ്ലി ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഓവർനൈറ്റ് പുളിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാനത് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കുറച്ച് മാവ്. അപ്പോൾ അതിനുശേഷം നമുക്ക് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഒരു അപ്പത്തിൻ്റെ പാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അത് ചൂടായതിന് ശേഷം 1 കപ്പ്, അതായത് 1 തവി എടുത്ത് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിട്ട് ഒഴിക്കുക. നന്നായിട്ട് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് അത് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് റെഡിയായി കിട്ടും. ഇതാ നന്നായിട്ട് ആദ്യത്തെ അപ്പം റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഫ്ലവർ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതല്ലാതെ ഫ്ലവർ ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡിസൈൻ ഇതുപോലെ വേറെ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സെക്കൻഡായിട്ട് കാണിക്കുന്നത് വേറെ രീതിയാണ്. ഇതിൽ മുട്ടയിട്ടിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് പൊന്നപ്പം എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ വിളിക്കാറ്. ഇതിൻ്റെ അകത്ത്, അതായത് അപ്പത്തിൻ്റെ മാവിലേക്ക് ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഞാൻ ചുറ്റിച്ചതിന് ശേഷം 1 എഗ്ഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് നടുക്കിൽ കുറച്ച് മാത്രം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം. അതിന് ശേഷം മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം ഒന്നും കൂടി ഞാൻ ഇതുപോലെ തന്നെ 2-3 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ആ ഒരു സൈഡും കൂടി നന്നായിട്ട് കുക്കായി കിട്ടുക. അപ്പോൾ ഇത് നമ്മളെ പൊന്നപ്പം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് പൊന്നപ്പം ഇഷ്ടം കൂടി ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇഷ്ടം അല്ലെങ്കിൽ ബാജി അല്ലെങ്കിൽ കടലക്കറി എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.